കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ വീഡിയോകൾ അധികവും കൂൺ കൃഷിയെക്കുറിച്ചും ഫാമിനെക്കുറിച്ചുമെല്ലാം ആയിരുന്നെങ്കിലും ഫാമിനുള്ളിലെ കാഴ്ചകൾ മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. ഫാം കണ്ടിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഫാം ഒന്ന് കണ്ടിട്ട് വന്നാലോ? തുടക്കത്തിലേ പറയട്ടെ, സാധാരണ മഷ്റൂം ഫാം, ഹൈടെക് ഫാം എന്നൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഫാമുകളുടെ രൂപവുമായി പുറമേ നിന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ ഫാമുകൾക്ക് യാതൊരു സാദൃശ്യവും ഉണ്ടാവുകയില്ല. 20 വർഷത്തോളമായ കൃഷിയിലെ പരിചയസമ്പത്തിലൂടെ കൈവരിച്ച അറിവുകളും പാഠങ്ങളും തിരുത്തലുകളുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കും ബജറ്റിനും അനുസരിച്ച് നിർമ്മിച്ച ഫാമുകളാണിവിടെ. കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട് 4 ഫാം ഹൗസുകളാണ് വീടിനോട് ചേർന്നുള്ളത്. കണ്ണൂർ ജില്ലയിൽ പേരാവൂർ പഞ്ചായത്തിലെ മണത്തണ മടപ്പുരച്ചാൽ മലയോര ഹൈവേയിൽ നിന്ന് 300 മീറ്റർ മാറിയാണ് ഞങ്ങളുടെ ഫാമുകളും വീടും സ്ഥിതി ചെയ്യുന്നത്. പാറയ്ക്കൽ ജോസഫാണ് ഓണർ. ഗേറ്റ് കടന്നു വരുമ്പോൾ തന്നെ ഇടതുവശത്തായി കാണുന്നത് ഞങ്ങളുടെ പുതിയൊരു തുടക്കമാണ്. കൂൺ കൃഷിക്ക് ആവശ്യമായി പണി കഴിപ്പിച്ച ഈ ബിൽഡിങ്ങിന്റെ പർപ്പസ് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇത് ഞങ്ങളുടെ വീട്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രീൻ നെറ്റ് അടിച്ച ചെറിയൊരു പോർഷൻ കൂട്ടിയെടുത്തതായി കാണാം. കൂൺ കൃഷിയുടെ ആരംഭകാലത്ത് ഡാർക്ക് റൂമായി ഉപയോഗിച്ചിരുന്നത് ഈയൊരു ഭാഗമായിരുന്നു. ഈ ഷെഡിന്റെ ചുവരുകൾ ഫുൾ മരപ്പലകകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് ഈ ഷെഡ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത്. മുഖാമുഖം നിൽക്കുന്ന 2 ഷെഡുകൾ ഇവിടെ കാണാം. ഇതിൽ ചെറുത് 300 സ്ക്വയർ ഫീറ്റ് വരുന്ന ഷെഡാണ്. 350-400 ബെഡ് കപ്പാസിറ്റിയാണ് ഇതിനുള്ളത്. 5 കല്ല് ഉയരത്തിൽ ഭിത്തി നിർമ്മിച്ച് അതിനു മുകളിൽ GI നെറ്റ് അടിച്ചാണ് ഇത് പണിതിട്ടുള്ളത്. പുറത്തുനിന്ന് ഗ്രീൻ നെറ്റിന്റെ കവറിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഷെഡിന്റെ മുകൾ ഭാഗത്തും GI നെറ്റ് കവറിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനു മുകളിലാണ് GI റൂഫിംഗ് ഷീറ്റ് ഉള്ളത്. ഞങ്ങൾ കൂൺ കൃഷി പഠിച്ചതും മാർക്കറ്റ് വളർത്തിയെടുത്തതുമെല്ലാം ഈ ഒരു ഷെഡിൽ നിന്നാണ്. മഷ്റൂം ബെഡ് വയ്ക്കാൻ ഷെൽഫ് മോഡലാണ് ഇവിടെ പരീക്ഷിച്ചത്. GI പൈപ്പും നെറ്റും ഉപയോഗിച്ചാണ് ഷെൽഫ് പണിതത്. 3 വർഷം മുമ്പ് വരെ 2-2.5 കിലോ കൂൺ മാത്രമായിരുന്നു ഇരിട്ടി തൊട്ട് കേളകം വരെ വരുന്ന 23 കിലോമീറ്റർ ചുറ്റളവിൽ വിൽക്കാൻ പറ്റിയിരുന്നത്. ആ സമയങ്ങളിൽ വേറെ കൂൺ കർഷകർ ഈ ഏരിയയിൽ ഇല്ലാതിരുന്നിട്ടുകൂടി കൂണിന്റെ ഡിമാൻഡ് ഇല്ലായ്മ എത്രത്തോളമാണ് എന്ന് ഞങ്ങൾ പഠിച്ച ഒരു കാലയളവാണ് അത്. അതിനുശേഷം കൂണിന് ഡിമാൻഡ് കൂടി വരികയും മാർക്കറ്റ് സ്ട്രാറ്റജികളിൽ മാറ്റം വരുത്തുകയും ചെയ്തപ്പോൾ ഈ ഒരു ഫാമിന്റെ കപ്പാസിറ്റി മതിയായിരുന്നില്ല ഞങ്ങൾക്ക്. ഈ ഫാമിൽ ഫോഗറിന്റെ ചെറിയൊരു സെറ്റപ്പും 2 എക്സോസ്റ്റ് ഫാനും കുറച്ച് ലൈറ്റുകളും ഒക്കെയേ കൃഷിയെ സഹായിക്കുന്ന ഘടകങ്ങളായി ഉണ്ടായിരുന്നുള്ളൂ. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനും കീടങ്ങളുടെ ആക്രമണത്തെ അതിജീവിക്കാനും ഡിമാൻഡിനനുസരിച്ച് മഷ്റൂം ഉൽപ്പാദിപ്പിക്കാനും ഈ ഒരു ഷെഡ് മാത്രം മതിയായിരുന്നില്ല. അങ്ങനെ ലാർജ് സ്കെയിൽ കൂൺ ഫാമിലോട്ട് മാറ്റമായി. 400 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഷെഡിൽ 1000-നും 1200-നും ഇടയിൽ ബെഡ് കപ്പാസിറ്റി ഉണ്ട്. മറ്റ് ഹൈടെക് ഫാമുകളെ വെച്ച് നോക്കുമ്പോൾ UV ഷീറ്റ് കൊണ്ട് കവർ ചെയ്യാത്തതുകൊണ്ട് ഇതിനെ ഹൈടെക് ഫാം എന്ന് പറയാൻ പറ്റുമോ എന്ന രീതിയിലുള്ളൊരു കമന്റ് കണ്ടിരുന്നു. ഒരു ഇരുനില വീടിനോട് ചേർന്നിരിക്കുന്ന ഈ ഫാമിൽ ചൂടിന്റെ വലിയ കുഴപ്പങ്ങൾ ഒന്നുമില്ല. 4 മീറ്റർ ഹൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഫാം ഫുൾ GI നെറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. UV ഷീറ്റിന് മുടക്കുന്നതിന് മുകളിൽ ചിലവഴിച്ചാണ് ഈ ഷെഡിന്റെ ഔട്ടർ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീടൊരിക്കലും ഷെഡിനു വേണ്ടി പണം ചിലവഴിക്കേണ്ടി വരരുത് എന്ന തോന്നലിലാണ് എല്ലാ ഷെഡും നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഫാമിനുള്ളിൽ കാലാവസ്ഥ ക്രമീകരിക്കാനും മറ്റും എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നത് വേറൊരു വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലോട്ട് കടക്കുന്നില്ല. ഈ ഒരു ഫാമിനാണ് കൂൺ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ലക്ഷം രൂപ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. പല റേഞ്ചിലുള്ള ഹൈടെക് ഫാം നിർമ്മിക്കാൻ ഒത്തിരി എക്സ്പേർട്ടുകൾ ഇന്ന് നിലവിലുണ്ട്. നമുക്ക് മുമ്പിലുള്ള മാർക്കറ്റിൽ കൂണിന്റെ ഡിമാൻഡ് എത്രത്തോളമാണ് എന്ന് ആദ്യമേ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ചുള്ള മുതൽ മുടക്കേ ഫാം നിർമ്മാണത്തിൽ വരുത്താൻ പാടുള്ളൂ. 2-3 കിലോ മാത്രം
കൂൺ വിറ്റഴിക്കാൻ പറ്റുന്ന മാർക്കറ്റ് ഉള്ളവർ 6-7 ലക്ഷം രൂപ മുടക്കി ഹൈടെക് ഫാമുകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് രണ്ടാമതൊന്നുകൂടി ആലോചിച്ചിട്ടേ ഇതിനിറങ്ങാവൂ എന്ന് ഓർമ്മിപ്പിക്കട്ടെ. യൂട്യൂബിൽ വീഡിയോകൾ ഇടാൻ തുടങ്ങിയപ്പോൾ കുറച്ചധികം ആളുകൾ അത് ശ്രദ്ധിക്കുകയും ചിലരൊക്കെ കൃഷിയിൽ താല്പര്യം പ്രകടിപ്പിച്ച് വിളിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ യൂട്യൂബ് വീഡിയോയ്ക്കിടയിൽ ഒത്തിരി ആളുകൾ കമന്റ് വഴി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം കഴിവിന്റെ പരമാവധി റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുമുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫാമിന്റെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടുത്തുന്നുണ്ട്. സംശയമുള്ളവർ അതിൽ വിളിച്ച് സംസാരിക്കുമല്ലോ.